ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷവും നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്ന് ഗുരുവായൂർ പോവാണ്. ഞാനും മാളും വാവയും ഏട്ടനും കൂടിയിട്ടാണ് പോണത്. കുറേ ദിവസത്തെ ആഗ്രഹത്തിന് ശേഷം പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായി പോകണം എന്ന് വിചാരിക്കണം. വൈശാഖ മാസം 1-ാം തീയതി പോയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഗുരുവായൂർക്ക്. അപ്പോൾ പോകാൻ വേണ്ടി റെഡി ചെയ്ത് ഞങ്ങൾ ഇന്നലെയൊക്കെ എന്ത് മഴയായിരുന്നു എന്നറിയോ. ഇന്നലെ രാത്രി ഒരു ദിവസം കൊണ്ട് പെയ്ത മഴയുടെ വെള്ളമാണ് കേട്ടോ അതൊക്കെ. മഴ പെയ്താൽ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനി മഴക്കാലം മാറണ വരെ ഇങ്ങനെ ഉറവുണ്ടാവും കേട്ടോ. ആ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെയാണ് വരുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് മാത്രം നേരാക്കിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ നേരാക്കി കഴിഞ്ഞു. അപ്പം മാളൂനെയും വാവേനെയും കൂടി ഏട്ടൻ ആദ്യം കൊണ്ടുപോയിട്ടിട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരികയാണ് ചെയ്തത്. 3 പേർക്കും കൂടി വണ്ടിയിൽ കയറാൻ പറ്റില്ലല്ലോ. KSRTCയിൽ പോകണമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ 6:50 KSRTC എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ അവർ പറയുക 6:20 അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരിക്കുള്ള ബസ്സിൽ കയറിയിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് പിന്നെ ഗുരുവായൂർക്കുള്ള ബസ്സിൽ കയറുകയാണ് ചെയ്തത് കേട്ടോ. ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിൽ കയറിയപ്പോഴേക്കും മാളും വാവയും സുഖമായി കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ ബസ് ഇറങ്ങിയിട്ട് മണിക്കുട്ടിയിലാണ് കേട്ടോ പോയത്. തിരക്കേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ഫസ്റ്റ് ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ KSRTC ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മണിക്കുട്ടിയിൽ കയറി. അവിടെ ഗുരുവായൂർ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ക്ഷീണമായിരുന്നു. എന്താ ക്ഷീണം എന്ന് ചോദിച്ചറിയില്ല, ബസ്സിൽ കയറിയതിൻ്റെയാണോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി എൻ്റെ കണ്ണൻ്റെ തിരുനടയിലെത്തി. ഇപ്പോൾ കിഴക്കേ നടയിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഞാൻ എൻ്റെ കണ്ണന് ഉള്ള തുളസിമാലയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ അവിടെ ഒരു ചേന കൊടുക്കാൻ വേണ്ടി വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകണത് അറിയുണ്ടായിരുന്നില്ല. അവിടെ കിട്ടുമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി വീണ്ടും ഒരു ഓട്ടോ വിളിച്ച് പച്ചക്കറി കടയിൽ വന്ന് ചേനയൊക്കെ വാങ്ങിച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ കണ്ണൻ്റെ തിരുനടയിൽ കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് ഹാപ്പി പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണൻ്റെ അവിടെ വരിക എന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ വന്ന ഏറ്റവും സങ്കടമുള്ള കാര്യം. ഞങ്ങൾ 8:40 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:40 വരി നിന്നിട്ട് ഞങ്ങൾ തൊഴാൻ കയറിയത് 2:49 കേട്ടോ. പിന്നെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല, കാരണം ഫോണൊന്നും നമുക്ക് അവിടെ അലൗഡ് അല്ലല്ലോ. പിന്നെ ക്ലോക്ക് റൂമിൽ ഫോണ് സൂക്ഷിക്കാൻ നിൽക്കാൻ 1 മണിക്കൂർ 2 മണിക്കൂർ വരി നിന്നു. അങ്ങനെ എല്ലാം കൊടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. എന്തായാലും എത്ര നേരം വൈകിയാലും ഞാൻ കണ്ണനെ കണ്ട് തൊഴുതിട്ടേ വരുള്ളൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു. ഏട്ടനൊക്കെ തന്നെ ദേഷ്യം വന്നു തുടങ്ങിയിട്ടോ. പക്ഷെ ആർക്ക് ദേഷ്യം വന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് കയറിയിട്ടില്ലെങ്കിലും ഞാൻ കയറി കണ്ണനെ കണ്ടിട്ടേ വരുള്ളൂ എന്ന്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് മണിക്കൂറുകളും വരി നിന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മളവിടെ നിർത്തില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിട്ടോ. അവിടെ നിന്ന് കണ്ട് മതിയാവാണ്ട് വീണ്ടും ഞാൻ നമ്മുടെ പുറത്ത് വന്നിട്ട് കണ്ണനെ മതിയാവരുവാളം കണ്ടു. തുളസിമാലയൊക്കെ ചാർത്തി. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തന്നെ എടുത്തുള്ളൂ കേട്ടോ. കുറേയൊന്നും എടുക്കുക. പിന്നെ എൻ്റെ ഏട്ടന് തീരെ ക്ഷമ എന്ന് പറയണത് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അവിടെ അധികം നേരം നിൽക്കാനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോകണമെങ്കിലൊക്കെ ഒറ്റയ്ക്ക് പോകണം. പിള്ളേരെ കൊണ്ട് പോയാലൊന്നും നടക്കില്ല. കാരണം അവർക്കും ഇതുപോലെ വിശപ്പ് നല്ലോണം വിശന്നിട്ട് എന്നുവെച്ചാൽ ഒന്നും കഴിക്കാതെ പോയതല്ലേ. പിന്നെ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അന്നദാനം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറ്റിയില്ല. ഇനി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഇവരുടെ കൂടെ ഞാൻ ഗുരുവായൂർ പോവില്ല എന്ന്. കാരണം എനിക്ക് മനസ്സിന് സ്വസ്ഥതയോടുകൂടി പ്രാർത്ഥിക്കാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റിയില്ല. അങ്ങനെ തിരിച്ചു വരണ വഴി അവർക്ക് മോതിരം വേണം പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കണ്ണനെ കണ്ടിട്ട് അവിടെ നിന്ന് വരാൻ തോന്നണില്ല. അതിൻ്റെ കുറച്ച് നല്ല വിഷമമുണ്ട്. കുറച്ച് നേരം കൂടി അവിടെ. പക്ഷേ സത്യം പറഞ്ഞാൽ വരി നിന്ന് നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിൽക്കണ്ടായിരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അത്രയും നേരം മുതൽ കുറേ നേരങ്ങൾ നിൽക്കുമ്പോൾ ആർക്കായാലും മടുപ്പ് തോന്നുമല്ലോ. അങ്ങനെ തൊഴുതിറങ്ങി. തൊഴുതിറങ്ങിയപ്പോൾ തന്നെ 3:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഗരുഡൻ, കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ്. അതങ്ങനെ നോക്കി നിന്ന് പോകും നമ്മൾ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച്. ചോറൊന്നും കിട്ടിയില്ല, ചപ്പാത്തിയാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ച് നല്ല രസം കണ്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി വരണ വഴിക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാൻ. ആ
കുളമാണോ എന്താണെന്നറിയില്ല. എന്തായാലും അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.